പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു. ചാണക്യന്റെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും നാടാണ് ബീഹാർ. പഹൽഗാമിനെ തിരിച്ചടിയായി ഭീകരരെ മണ്ണോട് ചേർക്കുമെന്ന് ബീഹാറിന്റെ മണ്ണിൽ നിന്നും താൻ നടത്തിയ പ്രതിജ്ഞ നിറവേറ്റിയത് ലോകം കണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ പൗരന്മാരുടെ അവകാശങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്ക് തട്ടിയെടുക്കാൻ അനുവദിക്കില്ല. നുഴഞ്ഞുകയറ്റക്കാർക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. शिक्षा थी न रोजगार था। बिहार की कितनी पीढ़ियों को इन लोगों ने बिहार से पलायन के लिए मजबूर कर दिया था। साथियों, बिहार के लोगों को आरजेडी और उनके साथी सिर्फ अपना वोट बैंक मानते हैं। उन्हें गरीब के सुख दुख, गरीब के मान सम्मान से कोई मतलब नहीं है। ബീഹാറിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് വിവിധ വിഷയങ്ങൾ അദ്ദേഹം പരാമർശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിന് തൊട്ടു മുൻപ് അദ്ദേഹം ബീഹാറിലെത്തുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി നൽകിയിരുന്നു. വീണ്ടും ബീഹാറിലെത്തുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി അക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തന്റെ അവസാന ബീഹാർ സന്ദർശന വേളയിലാണ് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. അതിന് ശക്തമായ തിരിച്ചടി നൽകി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ബീഹാറിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കിയത്.